ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യമില്ല. ഇരുവർക്കും കലാപത്തിന്റെ ഗൂഢാലോചനയിൽ ശക്തമായ പങ്കുണ്ട് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബാലഗോപാൽ, വലിയ തിരിച്ചടി തന്നെയാണ്. എന്താണ് കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്? ഹലോ ബാലഗോപാൽ, കേൾക്കാമോ? ശരി, ബാലഗോപാലിലേക്ക് തിരികെ വരാം. ഡൽഹി ശരി ബാലു, കേൾക്കാമെങ്കിൽ പറയാം. എന്താണ് കോടതി ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്? എന്താണ് ദിവിഷ, ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ 7 പ്രതികളുടെ ജാമ്യാപേക്ഷയായിരുന്നു സുപ്രീം കോടതി പരിഗണിച്ചിരുന്നത്. ഈ ഹർജിയിലാണ് വിശദമായ വാദം ഇന്ന് ജസ്റ്റിസ് അരവിന്ദ് കുമാറും ജസ്റ്റിസ് PB വരാലയും അടങ്ങുന്ന ബെഞ്ച് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിലെ 2 പ്രധാനപ്പെട്ട പ്രതികളായ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിന്റെയും ജാമ്യം ഈ ഘട്ടത്തിൽ അനുവദിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇരുവർക്കുമെതിരെ ഈ കലാപവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രണ്ടുപേരും നേരത്തെ കോടതിയിൽ പറഞ്ഞിരുന്ന, അതായത് 7 പ്രതികളും കോടതിയിൽ നേരത്തെ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിചാരണ ഇങ്ങനെ അതായത് വിചാരണയുമായി ബന്ധപ്പെട്ട നടപടികൾ നീണ്ടുപോകുകയാണ്. 2020 മുതൽ തങ്ങൾ ജയിലിൽ കഴിയുകയാണ്. അതുകൊണ്ട് ന്യായമായും ഈ ജാമ്യത്തിന് അവകാശമുണ്ട് എന്നായിരുന്നു ഈ പ്രതികൾ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ 7 പ്രതികളെ ഒരുപോലെ കാണാൻ വേണ്ടി കഴിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഓരോ പ്രതികളുടെയും പേരിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ വെവ്വേറെ പരിശോധിച്ചതിന് ശേഷമാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ ഈ ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഉത്തരവിലാണ് സുപ്രീം കോടതി ഈ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം അനുവദിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് അതിലെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നിർണായകമായ പങ്കാളിത്തമാണ് ഈ 2 പേർക്കുമുള്ളത്. ഇതിന്റെ ഗൂഢാലോചനയിൽ ബന്ധപ്പെട്ട ഈ കലാപത്തിന്റെ പ്ലാനിംഗ്, അതുപോലെ തന്നെ ആളുകളെ മൊബിലൈസ് ചെയ്യുക തുടങ്ങി നിർണായകമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇവർക്ക് ഈ ജാമ്യം അനുവദിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റ് 5 പേരെ സംബന്ധിച്ചിടത്തോളം, അതായത് കേസിൽ നേരത്തെ ഈ കോടതിയെ ജാമ്യത്തിനായി സമീപിച്ചിരുന്ന മറ്റ് 5 പേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാമ്യം അനുവദിക്കാം. ഗുൽഫിഷ ഫാത്തിമ, മീരാൻ ഹൈദർ ഉൾപ്പെടെ 5 പേർക്കാണ് സുപ്രീം കോടതി കർശനമായ വ്യവസ്ഥകളോടെ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇവർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജാമ്യം റദ്ദാക്കുമെന്ന മുന്നറിയിപ്പും ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട ഗൂഢാലോചന കേസിലെ 2 പ്രധാനപ്പെട്ട പ്രതികളുടെ ജാമ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി നിരസിച്ചിരിക്കുന്നത്. ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യം സുപ്രീം കോടതി നിഷേധിച്ചിരിക്കുകയാണ്. ഇരുവർക്കും ഇതോടുകൂടി കോടതി ഈ ജയിലിൽ തുടരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ ഉമർ ഖാലിദിന്റെ അടിയന്തരമായി മോചിപ്പിക്കണമെന്ന് ചില രാജ്യാന്തര നേതാക്കളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. അത്തരം കത്തുകളൊക്കെ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ന്യൂയോർക്ക് മേയർ ഉൾപ്പെടെയുള്ളവർ ആ കത്തുകൾ എഴുതിയിരുന്നു. പക്ഷേ സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് UAPAക്ക് ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകളിൽ പലതിലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ ഈ പ്രോസിക്യൂഷന് ഹാജരാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ കലാപത്തിനുമായി ബന്ധപ്പെട്ട പ്ലാനിംഗ്, അതുപോലെ തന്നെ മൊബിലൈസേഷൻ തുടങ്ങിയ പല മേഖലകളിലും ഇരുവരുടെയും ശക്തമായ പങ്കാണുള്ളത്. ആ സാഹചര്യത്തിൽ 2 പേർക്കും ജാമ്യം നിഷേധിക്കുന്നു എന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്.